ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കടച്ചക്ക കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കാനാണ്. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ വറുക്കാനാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 5 അല്ലി ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തേങ്ങ നന്നായി ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇപ്പോൾ തേങ്ങ നന്നായി ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തേങ്ങ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ ചേർക്കുമ്പോൾ വല്ലാതെ കരിഞ്ഞു പോവും. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു കടച്ചക്ക കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കടച്ചക്കയെല്ലാം അരിഞ്ഞ് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 അല്ലി ചുവന്നുള്ളിയും അതുപോലെ കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർക്കാം. നമ്മൾ തേങ്ങയിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ബീഫ് മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി അരപ്പ് കടച്ചക്കയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് താളിക്കാം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് കടുക് പൊട്ടിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടച്ചക്ക ഇവിടെ റെഡിയാണ്. ഇപ്പോൾ കടുകിന് പകരം ചുവന്നുള്ളിയും മൂപ്പിച്ചിടാം കേട്ടോ, അതും ചെയ്യാം. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്